അവള് നിന്റെ കുഞ്ഞനിയത്തിയല്ലേ? അതിന്റെ ഒരു ദയയില്ല എന്റെ അടുത്ത്. സത്യം പറഞ്ഞ എന്റെ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാ. അമ്മമ്മ പറഞ്ഞത് കേട്ടില്ല. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളായി നിങ്ങളുടെ പാടായി. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി ഞാനും കൂടെ വരാം നിങ്ങൾ കൂൾപ്പളത്ത് പോകുമ്പോ. നമുക്കിനി അവിടെ നിക്കാം. അതിനെന്തല്ലേ? എന്റെ ദൈവമേ, ഇപ്പഴാ സമാധാനായത്. വേഗം കൊണ്ടുപോകാം, ഇവിടെ നിർത്തണ്ട. എത്രയും വേഗം പൊക്കോ. അമ്മ പറയുന്ന കേട്ടോ അമ്മേ. ശിവ, നീ നിന്റെ ജോലി നോക്കി പോയേ. അത് തന്നെ പോവാൻ കുറച്ച് സമാധാനം കിട്ടട്ടെ. ഒരു ബുക്കും പെൻസിലും മേടിക്കാൻ വേണ്ടി ലക്ഷ്യച്ചെടുത്ത് പറയാൻ വന്നപ്പോഴത്തേക്ക് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു, ഉന്തി തള്ളിയിട്ട്. ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? ബുക്കും പെൻസിലും അത്രയല്ലേ ഉള്ളൂ. പഠിത്തത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ആകെ ഒരു കോംപ്രമൈസ് ഉള്ളത്. ബുക്ക് കൈകൊണ്ട് തൊടത്തില്ല എന്ന് പറഞ്ഞാ പിന്നെ തൊടത്തില്ല. അതൊക്കെ തൊട്ടോളൂ കൊച്ച് അല്ലേ? ഇപ്പൊ എന്താ വേണ്ടത്? ബുക്കും പെൻസിലും. വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം. അമ്മേതാ പോരെ? ഇതൊക്കെ കാണണം. അല്ല, നിനക്ക് എന്തോത്തിന്റെ കുഴപ്പമാ? പിന്നെ അമ്മൂമ്മ കൂടെ അവിടെ സൈഡിൽ നിൽക്കും. നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ കൊച്ചിനെ വഴക്കുണ്ടാക്കിക്കുന്നേ? വന്നു വന്ന് ആർക്കും നമ്മളെ വേണ്ടല്ലോ. ഞാൻ പോണു. ഇവിടെ ആരോടും ഒരു വകയും പറയാൻ പറ്റത്തില്ല. ആന്റി അല്ല ആന്റി കഴിഞ്ഞ ദിവസം ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇട്ടത്. എന്നിട്ട് വീണ്ടും അടിച്ചു വരുന്ന இந்த பாரு லட்சு, குப்பை குப்பையா இருக்கு. அவங்க எல்லாம் இருக்காங்கல்ல, கொஞ்சம் நீட்டா வைக்கணும்ல. ഈ കുപ്പ മൊത്തം പാറുവിന്റെ കലാവിരുതാണ്. ഞാൻ ചെയ്യാം. வேண்டாம், நானே செய்யறேன். അല്ല കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. ചേച്ചി ഇനി എന്നെ കുറ്റം പറയാൻ തുടങ്ങും. കാര്യം ചെയ്യാം, എന്നെ എടുക്കാൻ പറ്റുമോ? അല്ല മോളെ, അച്ഛൻ നിന്നെ എടുക്കാനായിട്ട് വന്നൊന്നും നോക്കിയിട്ട് തോറ്റുപോയതല്ലേ. ഇനി അച്ഛനെ തോപ്പിക്കല്ലേ. അയ്യോ, അമ്മയ്ക്ക് നടുവേദന. അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് ഓവറാവും. എനിക്ക് കൈ പിടിച്ചാ മതി. അച്ഛാ വിട്ടേ. എന്താ ഐസ്ക്രീമിൽ തൊട്ട് കളിക്കണ്ടായേ? കൈ പിടിച്ചതാണോ? വേണ്ട, ഞാൻ പിടിക്കണല്ലോ. പിന്നെ ഒരു കാര്യം ശരി. കൊറേ നേരമായാലും ഇവിടുന്ന് പോയിട്ട് എവിടെ വരെ പോയി? ജംഗ്ഷൻ വരെ പോയി. ஜங்ஷன் வரையா? ஜங்ஷன் வரைக்கும் நடந்து போனீங்களா? മിഠായൊക്കെ ഇവിടുന്ന് കിട്ടി. ജംഗ്ഷനിൽ ചെന്നപ്പോഴാ കളറൊക്കെ കിട്ടിയത്. കളറ്? നിനക്കെന്തിനാ കളറ്? അതെന്താ, ഇവള് വരയ്ക്കത്തില്ലേ? ഞങ്ങള് ജംഗ്ഷനിൽ പോയി ഡ്രോയിങ് ബുക്ക് വാങ്ങി, പിന്നെ കുറെ സ്റ്റോറി ബുക്ക് വാങ്ങി, ക്രയോൺ പെൻസില് വാങ്ങി, റബ്ബറും അല്ലാത്ത പെൻസിലും എല്ലാം വാങ്ങി. അല്ലേ മോനെ? ഞാൻ പറഞ്ഞേ എനിക്കൊന്നും വേണ്ടെന്ന്. ഇവരാണ് നിർബന്ധിച്ചേ. വന്നേ